എൻ്റെ ഹൈക്കമാൻഡ് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കെ.സി. വേണുഗോപാലോ ആരെങ്കിലും ഒന്ന് നിർത്ത്, ആരെങ്കിലും ഒരു മുഖ്യമന്ത്രിയായിട്ടൊന്ന് പ്രഖ്യാപിക്കുക. ഇനി ഇവരാരും പറ്റില്ലെങ്കിൽ നമ്മുടെ ശശി തരൂരിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇനി പിന്നെ വേറെ ആരെയാ ഇല്ലേ കുഞ്ഞാലിക്കുട്ടിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ സസ്പെൻസ് വെച്ച് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഈ മുൾമുനയിൽ നിർത്തുക, പ്രതിസന്ധിയിലാക്കുക, നമ്മുടെ രാഷ്ട്രീയത്തെ ഇങ്ങനെ നാണം കെടുത്തുക. വലിയൊരു കഷ്ടം തന്നെ. ജനങ്ങളുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ജനങ്ങളുടെ അഭിപ്രായത്തെക്കാൾ വലുതാണ് എം.എൽ.എമാരുടെ അഭിപ്രായം, അതിനേക്കാൾ വലുതാണ് ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം. ജനങ്ങൾ സതീശന് അനുകൂലമായിരുന്നു, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എം.എൽ.എമാർ കെ.സി. വേണുഗോപാലിന് അനുകൂലം. ഇനി ഹൈക്കമാൻഡാകട്ടെ ആർക്ക് അനുകൂലമാണെന്ന് ഒട്ട് പറയുന്നില്ല, അവരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിൽ ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ തകർന്നു പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഗോവയിൽ നമ്മളത് കണ്ടു. പിന്നീട് ഒരിക്കലും ഈ വേണ്ട സമയത്ത് തീരുമാനം എടുത്തില്ല. ആൺപിള്ളേർ ഭരണം ഏറ്റെടുത്തു, പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ ഈ വേണ്ടാത്ത ആളുകളെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കൊണ്ടുവന്ന് വെച്ചു. ആ സ്റ്റേറ്റുകളും കൈവിട്ടു പോയി. ഇനിയിപ്പം ബംഗാളിലാകപ്പാടെ മമത ശക്തിയായിട്ട് നിന്നതാണ് BJPക്കെതിരെ. പക്ഷേ ഇപ്പോഴും അവരും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. ഇപ്പം ഈ മുഖ്യമന്ത്രി വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പറയാമായിരുന്നു ഈ ജനവിധി എന്താണോ അത് മാനിക്കും. അത് ആരെയാണോ ജനവിധിയിൽ വ്യക്തമാകുന്ന അവരെ തന്നെയാണ് ഹൈക്കമാൻഡും അനുവദിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കേണ്ടതായിരുന്നു. അപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കുക, അല്ല ഒരു തന്ത്രപൂർവ്വം കാര്യങ്ങളെ കാണുക എന്നുള്ളൊരു പരിപാടി കോൺഗ്രസ് പാർട്ടിക്കില്ല. അതെല്ലാം പുഴുത്തുനാറി അവസാനം പ്രശ്നമായി കഴിഞ്ഞ് അവസാനം ഒരു തീരുമാനം വരും. അപ്പോഴത്തേക്ക് ജനമെല്ലാം വെറുത്തും കഴിയും. ഇപ്പോൾ ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് വേണം. ഇപ്പം തമിഴ്നാട്ടിലെ വിജയ്ക്ക് ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഭൂരിപക്ഷം തപ്പിയെടുത്തു, ഒപ്പിച്ചെടുത്തു, മുഖ്യമന്ത്രിയായി. ബംഗാളിൽ മുഖ്യമന്ത്രി ഇതിനകം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രം ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ പാർട്ടിക്കാരെ മൊത്തം അവഹേളിക്കുന്ന, ജനങ്ങളെ മൊത്തം അവഹേളിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 3 പേരിൽ ഇല്ല ഒരു നറുക്കിട്. ഈ 3 പേരിൽ അവരെ 3 പേരെയും കൂടെ വെച്ചിട്ട് നമുക്ക് നറുക്കിട്ടേക്കാം, നിങ്ങളുടെ ആർക്കാ കിട്ടുന്നത്, കാരണം നിങ്ങൾ 3 പേരും യോഗ്യരാണ്, ആർക്കാ കിട്ടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയാവുന്നേ ഉള്ളൂ. അതും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തോടുള്ള ഒരു വെല്ലുവിളിയല്ല, ഒരു നാണക്കേട്. സംസ്ഥാനത്തിന് ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു സംസ്ഥാനത്തിന് നാണക്കേടാണ് വരുത്തുന്നത്. അതാണ് സങ്കടകരമായ ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മൾക്ക് അറിയാം. തന്ത്രപൂർവ്വം കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോവില്ല. എല്ലാം ഇങ്ങനെ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നെവിടെയോ വായിച്ചത് ഈ കോൺഗ്രസിലെ ഈ ഭയങ്കരമായ ജനാധിപത്യമാണ് ഇതിൻ്റെ എല്ലാം കാരണം. 102 MLA-മാരുണ്ടെങ്കിൽ അവർ 102 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ഇതാണ് പറയുന്നത്. സത്യമില്ലാഴികയില്ല. ജനാധിപത്യം അങ്ങനെയൊക്കെ വരുന്നത് നല്ലത് തന്നെ. പക്ഷേ ഏതിനും ഒരു തീർച്ചയായും തീരുമാനം വേണമല്ലോ, ഒരു അന്തിമ തീരുമാനം വേണമല്ലോ. അപ്പോൾ ഹൈക്കമാൻഡ് ഭയങ്കര സംഭവമാണെങ്കിൽ ഒരു തീരുമാനമെടുത്ത് ശരിയായാലും തെറ്റായാലും ഒരു തീരുമാനമെടുക്കുക. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അനിശ്ചിതത്വം എത്രയോ മോശമായ ഒരു കാര്യമാണ്. ഈ നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ ആളുകളുടെ മനസ്സ് പെട്ടെന്ന് എപ്പോഴാണ് മാറുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ആലപ്പുഴ മിക്കവാറും BJP ശോഭാ സുരേന്ദ്രൻ തന്നെ അടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇങ്ങേർക്ക് വേണ്ടി ഈ ഇരിക്കൂറിൽ സജീവ് ജോസഫോ മറ്റോ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ BJP ജയിക്കാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷേ എന്നാൽ പോലും ശക്തമായൊരു മത്സരം അവിടെയും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത്? ഈ ചെന്നിത്തല 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവായിരിക്കുന്നയാൾ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അപ്പം ഞാൻ പഴയ ആളാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരുന്നത് ശരിയാണോ എന്നുള്ളതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം, ഒരു അറുതി വേണം. ഈ സസ്പെൻസിന് ഒരു അറുതി. ഈ ജനത്തെ മൊത്തം നാണിപ്പിക്കരുത്. നമ്മുടെ ഈ മലയാളിയിൽ നമ്മുടെ എഴുതിയതുപോലെ ജനത്തെ ഇങ്ങനെ മുണ്ടുപൊക്കി കാണിക്കരുത്. ഇത് വലിയൊരു കഷ്ടം തന്നെ.